ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കാം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? 3ാം ക്ലാസ്സിലെ EVSലെ യൂണിറ്റ് 4 ആണ്. ഇത് പവർ ഓഫ് ക്ലെൻലിനെസ്. അതിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് ദ പവർ ഓഫ് ക്ലെൻലിനെസ്. അപ്പം നമുക്ക് ഈ ചിത്രം ഒന്ന് നോക്കിയാലോ. ഒരു ഡോക്ടർ കുട്ടികളുമായിട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ക്ലീനിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഹെൽത്തി ലൈഫ്. ഹാവൻറ്റ് യു? പ്ലീസ് ആസ്ക് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്. അപ്പം ഡോക്ടർ കുട്ടികളോട് പറയുന്നുണ്ട്, ഇപ്പം എന്താ പറയുക, ശുദ്ധിയായിട്ടുള്ളൊരു ജീവിതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെന്താണ് ആവശ്യം? ക്ലെൻലിനെസ് ആണ് ആവശ്യം. ഓക്കെ, നമ്മൾ എപ്പോഴും ക്ലീൻ ആയിട്ടിരുന്നാലേ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് കിട്ടുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഡോക്ടർ ഹാൻഡിൽഡ് എ ക്ലാസ് ഓൺ പേഴ്സണൽ ഹൈജീൻ ഫോർ സ്റ്റുഡൻസ്. അപ്പോൾ എന്ത് ചെയ്തു? ഈ ഡോക്ടർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് വ്യക്തി ശുചിത്വത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയായിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ സ്കൂൾ പാർലമെൻറ്റ്. അപ്പോൾ സ്കൂൾ പാർലമെൻ്റ് ആണ് ഈ പേഴ്സണൽ ഹൈജീൻ്റെ ക്ലാസ് ഈ കൂട്ടുകാർക്ക് ഏർപ്പെടുത്തിയത്. ഇത് ചിൽഡ്രൻ ആസ്ക്ഡ് മെനി ഡൗട്ട്സ്. കൂട്ടുകാരെല്ലാവരും അവർക്കുള്ള ഡൗട്ടുകളൊക്കെ ഈ ഡോക്ടറോട് ചോദിച്ചു. ദ ഡോക്ടർ ക്ലിയർഡ് ഓൾ ദെയർ ഡൗട്ട്സ്. ഡോക്ടർ എന്ത് ചെയ്തു? അവരുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തു. ലെറ്റ് us read what Alan wrote in his book after participating in the class. അപ്പം അലൻ എന്ന് പറയുന്ന ഒരു കുട്ടി അവൻ്റെ ബുക്കിൽ എന്താണ് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതിയെന്ന് നമുക്ക് നോക്കാം. There are chances that our hands go dirty while we play or do other activities. നമ്മുടെ കൈകൾ എന്താകും? ചീത്തയാവും. എപ്പോഴാണ് ചീത്തയാവുക? നമ്മൾ ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ, അതേപോലെ നമ്മൾ ഗ്രൗണ്ടിൽ കളിക്കുമ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ അഴുക്ക് പറ്റും. ഓക്കെ, അതിലെന്ത് ചെയ്യും? ഡേർട്ടി വേംസ് ഒക്കെ ഉണ്ടാകും. പിന്നെ എന്താണ് അലൻ എഴുതിയത്? ജേംസ് വിൽ ബി ഡിസ്ട്രോയിഡ് വെൻ വി വാഷ് അവർ ഹാൻഡ്സ് വിത്ത് സോപ്പ്. അപ്പം നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ അഴുക്കാവുകയും ചെയ്യും. ആ അഴുക്ക് കാരണം നമ്മുടെ കയ്യിൽ നിറയെ കീടാണുക്കൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ കീടാണുക്കളെ നശിപ്പിക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ ഹാൻഡ്സ് സോപ്പ് വെച്ചിട്ട് നന്നായിട്ട് കഴുകണമെന്നാണ് അലൻ എഴുതിയിരിക്കുന്നത്. അടുത്തത് നോക്കാം. യു ജസ്റ്റ് കെയിം ഫ്രം ദി സ്കൂൾ. നീ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നതാണെന്ന് അമ്മ കുട്ടീനോട് പറയാണ്. ഗോ ആൻഡ് വാഷ് യുവർ ഹാൻഡ്സ് ആൻഡ് ഫേസ് വിത്ത് സോപ്പ്. നീ പോയിട്ട് നിന്റെ കൈകളും മുഖവും പോയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാനാണ് അമ്മ കുട്ടീനോട് പറയുന്നത്. ഓക്കെ, വൈ ഡസ് ദ ടീച്ചർ ടെൽ അസ് ടു വാഷ് അവർ ഹാൻഡ്സ് വിത്ത് സോപ്പ് ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ്? ഈ കുട്ടി ആലോചിക്കുകയാണ്, എന്തിനാണ് ടീച്ചർ ടോയ്ലറ്റിൽ പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ്സ് വാഷ് ചെയ്യണം എന്ന് പറയുന്നതെന്ന് ഈ കുട്ടി ആലോചിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ ടീച്ചർ പറയുന്നത്? നമ്മുടെ കയ്യിലുള്ള അൺവാണ്ടഡ് ജേംസ് എല്ലാം കൊല്ലുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നത്. ഓക്കെ, ഹാവ് യു സീൻ ദിസ് പിക്ചർ? ഈ ചിത്രം നിങ്ങൾ കണ്ടോ കൂട്ടുകാരെ? ഇതിലെന്താണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് ഈ കുട്ടി വാഷ് ബേസിനിൽ നിന്ന് കൈ നന്നായിട്ട് കഴുകുകയാണ്. ഈ കുട്ടി എന്ത് ചെയ്യാണ്? ടവൽ വെച്ചിട്ട് തുടയ്ക്കുകയാണ്. ഓൺ വാട്ട് ഒക്കേഷൻ വി ഷുഡ് വാഷ് ആൻഡ് ക്ലീൻ അവർ ഹാൻഡ്സ് വിത്ത് സോപ്പ്? ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ നമ്മുടെ കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് സോപ്പ് വെച്ച് ക്ലീൻ ചെയ്യേണ്ടേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴൊക്കെയാണ് നമുക്ക് നോക്കിയാലോ കൂട്ടുകാരെ? ബിഫോർ ഈറ്റിംഗ്, ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ. ആഫ്റ്റർ ഈറ്റിംഗ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം. ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ്, ബാത്റൂമിൽ പോയതിന് ശേഷം. ആഫ്റ്റർ ട്രാവലിംഗ്, ഇപ്പം നമ്മൾ ലോങ് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബസ്സിലും ഓട്ടോയിലും അവിടെ ഇവിടെയൊക്കെ പിടിക്കും. അവിടെയൊക്കെ ജേംസും വേംസും ഒക്കെ ഉണ്ടാവും. അപ്പം ആഫ്റ്റർ ട്രാവലിംഗ്. പിന്നെ എന്തിനാ? ആഫ്റ്റർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ കളിച്ച് കഴിഞ്ഞ് വന്നാലും നമ്മൾ ഹാൻഡ്സ് വാഷ് ചെയ്യണം. ആഫ്റ്റർ ടച്ചിങ് ദ ഗാർബേജ്, വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ തൊടുമ്പോഴും നമ്മുടെ ഹാൻഡ്സ് നമ്മൾ വാഷ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ക്ലീൻ ഹാൻഡ്സ്, വൃത്തിയുള്ള കൈകൾ. ഫ്രണ്ട്സ്, ആർ യുവർ ഹാൻഡ്സ് ക്ലീൻ? കൂട്ടുകാരെ, നിങ്ങളുടെ കൈകൾ ക്ലീൻ ആണോ? ഷാൽ വി ചെക്ക്? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലോ? ടേക്ക് എ ബക്കറ്റ് ഓഫ് വാട്ടർ, ഒരു ബക്കറ്റിൽ നിറയെ വെള്ളം എടുക്കുക. ടേക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഫ്രം ഇറ്റ് ആൻഡ് കീപ് ഇറ്റ് ഓൺ ദ ടേബിൾ.
ഒരു ബക്കറ്റിൽ നിറച്ച് നല്ല വെള്ളം എടുക്കുക. എന്നിട്ട് ആ ബക്കറ്റിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യണം? ടേബിളിൽ വെക്കണം. ഇവിടെ കണ്ടില്ലേ, ടേബിളിൽ വെച്ചിട്ടുണ്ട്. ടേക്ക് ആൻ എംപ്റ്റി ബക്കറ്റ് ടു കളക്ട് വാട്ടർ യൂസ്ഡ് ഫോർ ഹാൻഡ് വാഷിംഗ്. അപ്പം നമ്മൾ കാലിയായിട്ടുള്ള ഒരു ബക്കറ്റ്, എംപ്റ്റി എന്ന് പറഞ്ഞാൽ കാലിയായിട്ടുള്ള ഒരു ബക്കറ്റ് നമ്മൾ എടുക്കണം. എന്ത് ചെയ്യാനാണ്? ആ ബക്കറ്റിലേക്ക് നമ്മൾ വാഷ് ചെയ്യുന്ന വെള്ളം ഒഴിക്കാൻ. ലെറ്റ് ദ സ്റ്റുഡൻസ് വാഷ് ദെയർ ഹാൻഡ്സ് ഇൻ ദ ബക്കറ്റ്. അപ്പം എന്ത് ചെയ്യണം? ക്ലാസ്സിലെ ഓരോ കൂട്ടുകാരും ഈ ബക്കറ്റിൽ നല്ല വെള്ളത്തിൽ നിന്ന് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഈ ബക്കറ്റിലേക്ക് ഹാൻഡ് വാഷ് ചെയ്യാനാണ് പറയുന്നത്. ആഫ്റ്റർ എവരി വൺ ഹാസ് വാഷ്ഡ്, ടേക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഫ്രം ദ ഹാൻഡ് വാഷിംഗ് ബക്കറ്റ്. അപ്പം എല്ലാവരും ക്ലാസ്സിലെ എല്ലാവരും ഹാൻഡ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബക്കറ്റിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ടേബിളിൽ വെക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് പ്ലേസ് ഇറ്റ് നിയർ ദ അതർ ഗ്ലാസ് ഓഫ് വാട്ടർ ഓൾറെഡി കെപ്റ്റ്. അപ്പം നമ്മൾ ആദ്യം ശുദ്ധമായ വെള്ളം കൊണ്ടുവച്ചതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടില്ലേ, ആ വെള്ളത്തിൻ്റെ അടുത്ത് നമ്മൾ കൈ കഴുകിയ ബക്കറ്റിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെക്കാനാണ് പറയുന്നത്. കമ്പയർ ദ വാട്ടർ ഇൻ ബോത്ത് ഗ്ലാസസ്. അപ്പം നമുക്ക് ഇവിടെ നോക്കിയാലേ കാണാം, ഇതിന് നല്ല ബ്ലൂ കളർ ഉണ്ട്, ഇതിനൊരു ചെളീൻ്റെ കളറാണ്. ഓക്കെ, ഇത് രണ്ടും കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. വാട്ട് ഈസ് യുവർ ഫൈൻഡിങ്? ഹൗ ഡു യു വാഷ് യുവർ ഹാൻഡ്സ്? ഓക്കെ, അപ്പം ഇത് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ഇത് ശുദ്ധമായ വെള്ളമാണ്, ഇത് ഡേർട്ടി വാട്ടറാണ്. അപ്പം നമ്മുടെ കയ്യിലുള്ള അഴുക്ക് കാരണമാണ് ഈ ഗ്ലാസ്സിലെ വെള്ളം മഞ്ഞ കളറിൽ ഇരിക്കുന്നത്. ഓക്കെ, ഹൗ ഡു യു വാഷ് യുവർ ഹാൻഡ്സ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. How should you wash your hands to make them clean? നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കൈ കഴുകേണ്ടത്? കൈ വൃത്തിയാവാൻ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കൈ ക്ലീൻ ചെയ്യേണ്ടത്? Observe the various stages of hand washing illustrated in the picture. അപ്പം നമ്മൾ കൈ കഴുകുന്നതിന് ഓരോരോ സ്റ്റേജസ് ഉണ്ട്. അത് ഈ ചിത്രത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, വെറ്റ് ഹാൻഡ്സ് ആൻഡ് അപ്ലൈ സോപ്പ്. ആദ്യം എന്ത് ചെയ്യുക? കൈ നനയ്ക്കുക, വെള്ളത്തിൽ നനച്ചിട്ട് കയ്യിൽ സോപ്പ് തേക്കുക. ഓക്കെ, റബ് പാം ടുഗെദർ ആൻഡ് ക്ലീൻ ദം. ഫസ്റ്റ് എന്ത് ചെയ്യുക? കൈൻ്റെ ഉൾഭാഗം നന്നായിട്ട് തേച്ച് കഴുകുക. ക്ലീൻ ബാക്ക് ഓഫ് യുവർ ഹാൻഡ്സ് ആൻഡ് ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ്. നമ്മുടെ കൈൻ്റെ പുറം ഭാഗവും പിന്നെ വിരലുകളുടെ ഇടയിലും നന്നായിട്ട് ക്ലീൻ ചെയ്യുക. റബ് ദ നെയിൽസ് ആൻഡ് ഫിംഗർ ടിപ്സ് ഓൺ ദ പാം ടു ക്ലീൻ ദം. എന്ത് ചെയ്യുക? ഒരു കൈ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് മറ്റേ കൈയിലെ ഫിംഗേഴ്സും നെയിൽസും മറ്റേ കൈയിൻ്റെ ഉള്ളിൽ, പാമിൻ്റെ ഉള്ളിൽ ഉരച്ചിട്ട് ചെളി കളയുക. അടുത്ത് എന്താ ചെയ്യേണ്ടത്? ക്ലീൻ ദ ഫിംഗേഴ്സ് ആൻഡ് wrist by rubbing them in a circular way using other hand. അപ്പം എന്ത് ചെയ്യുക? ഈ കൈയിൻ്റെ wrist എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണ്. ഓക്കെ, wristഉം ഫിംഗേഴ്സും ഒരു കൈ കൊണ്ട് തേച്ചൊഴിക്കാനാണ് പറയുന്നത്. സിക്സ്ത് എന്താണ്? വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി ഇൻ പ്യുവർ വാട്ടർ ആൻഡ് വൈപ്പ് ദം വിത്ത് ക്ലീൻ ക്ലോത്ത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയിട്ട് ഒരു ക്ലീൻ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് തുടയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് എങ്ങനെയാണ് കൈ കഴുകേണ്ട സ്റ്റെപ്സ് എന്ന് മനസ്സിലായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇതെപ്പോഴും നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ഇങ്ങനെ തന്നെ കൈ കഴുകണം. ഇങ്ങനെ കൈ കഴുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പല അസുഖത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ഓക്കെ, അപ്പം കൂട്ടുകാർ ഇപ്പോഴേ ഇങ്ങനെ കൈ കഴുകി ശീലിക്കുക. അടുത്തത് നോക്കാം. സീ മൈ ഹാൻഡ്സ് ആർ ക്ലീൻ. സീ മൈ ഹാൻഡ്സ് ആർ ക്ലീൻ. നോക്ക്, എൻ്റെ കൈകൾ വൃത്തിയാണ്. ഐ ഹാവ് ട്രിംഡ് ആൻഡ് ക്ലീൻഡ് മൈ നെയിൽസ്. ട്രിംഡ് ആൻഡ് ക്ലീൻഡ് മൈ നെയിൽസ് എന്ന് പറഞ്ഞ നെയിൽ കട്ടർ ഉപയോഗിച്ച് എന്ത് ചെയ്തിരിക്കുന്നു? ഈ കൂട്ടുകാരി നഖമൊക്കെ വെട്ടി നഖത്തിൻ്റെ ഉള്ളിലെ ചെളിയൊക്കെ ക്ലീൻ ചെയ്ത് കളഞ്ഞിരിക്കുന്നു. ഓക്കെ, യു ഷുഡ് ട്രിം ആൻഡ് ക്ലീൻ ദ നെയിൽസ് ടു മേക്ക് യുവർ ഹാൻഡ് പെർഫെക്റ്റ്ലി ടൈഡി. നിങ്ങൾ എന്ത് ചെയ്യണം? ഹാൻഡ് വാഷ് ചെയ്താൽ മാത്രം പോരാ, വളർന്നു വന്നിരിക്കുന്ന നീളമുള്ള നഖത്തിൻ്റെ ഇടയിലൊക്കെ ഈ മണ്ണിലിരിക്കുന്ന ചെളികളും പുഴുക്കളെല്ലാം അടിഞ്ഞുകൂടിയിരിക്കും. അപ്പം എന്ത് ചെയ്യണം? വീക്ക്ലി വൺസ് നിങ്ങൾ നെയിൽസ് കട്ട് ചെയ്ത് നഖത്തിൻ്റെ ഇടയിലുള്ള ചെളിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം എന്നാണ് പറയുന്നത്. അതർവൈസ് the dirt that piled up under the nails will reach to your stomach with food. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ ഈ നഖത്തിൻ്റെ അടിയിലുള്ള ചെളിയെല്ലാം ഭക്ഷണത്തിൻ്റെ കൂടെ ഉള്ളിൽ പോവും. Alan has written down the ideas that the doctor gave his fellow students. Let us read. അപ്പോൾ അലൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഡു നോട്ട് വിയർ ഡേർട്ടി ഓർ വെറ്റ് ക്ലോത്ത്സ്. ഒരിക്കലും
അഴുക്ക് പിടിച്ച അല്ലെങ്കിൽ നനഞ്ഞ ക്ലോത്ത്സ് വെയർ ചെയ്യരുത്. ജേംസ് വിൽ ഗ്രോ ഇൻ ദം. അപ്പൊ അഴുക്ക് പിടിച്ച ചീത്ത ക്ലോത്ത്സിൽ എന്താണ്, വേംസും ജേംസ് ഒക്കെ വളരുന്നതാണ്. യു വിൽ ക്യാച്ച് ഡിസീസസ് ലൈക്ക് സ്കാബസ് ആൻഡ് റാഷസ്. അപ്പൊ നിങ്ങൾക്ക് അസുഖങ്ങൾ പിടിക്കുന്ന പറയുന്നത് സ്കാബസ് ആൻഡ് റാഷസ്. നിങ്ങൾക്ക് സ്കിന്നിൽ ഇങ്ങനെ ചൊറിച്ചല്, പിന്നെ പായൽ പോലത്തെ ഓരോ സാധനങ്ങൾ വരുന്ന, അതേപോലെ ഓരോരോ അസുഖങ്ങൾ വരുമെന്നാണ് അലൻ എഴുതിയിരിക്കുന്നത്. യു ഷുഡ് ബ്രഷ് ആൻഡ് ക്ലീൻ യുവർ ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് ആഫ്റ്റർ ഡിന്നർ. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പല്ലുകൾ രാവിലെയും അതേപോലെ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം പല്ല് വൃത്തിയിൽ തേക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. ദ ടീത്ത് വിൽ ഗെറ്റ് ഡാമേജ്ഡ് അതർവൈസ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ ടീത്ത് മൊത്തം ഫുഡ് വേസ്റ്റസ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് ഒക്കെ പല്ലിലിരുന്ന് അത് പുഴു പിടിച്ച് പുഴുപ്പല്ലായി പല്ലുവേദന എടുത്ത് നിങ്ങൾ പല്ല് പറിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ എന്ത് ചെയ്യണം, നിങ്ങൾ രാവിലെയും രാത്രിയും കൃത്യമായിട്ട് പല്ല് തേക്കണം. ഓക്കെ. Why should we wear mask? Alan forgot to write the answer for this question. Can you help him? എന്തിനാണ് നിങ്ങൾ മാസ്ക് വെയർ ചെയ്യുന്നത്, മാസ്ക് ധരിക്കുന്നതെന്ന് അലൻ അതിൻ്റെ ആൻസർ എഴുതാൻ മറന്നുപോയി. അപ്പം നിങ്ങൾക്ക് അതിനെ ഹെൽപ്പ് ചെയ്യാവുമെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ മാസ്ക് വെയർ ചെയ്യുന്നത്? ഇപ്പം എയറിൽ പലതരമായിട്ടുള്ള അസുഖങ്ങളുണ്ടാവും. ആ അസുഖങ്ങൾ അതേപോലെ നിങ്ങളുടെ കൂടെയുള്ള ഒരാൾക്ക് പനിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യാനാണ്? റെഡ്യൂസ് ട്രാൻസ്മിഷൻ ഓഫ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. ഇപ്പം നമുക്ക് എയർബോൺ ഡിസീസിലൊക്കെ എയർ വഴി നമുക്ക് പല അസുഖങ്ങൾ വരും. ആ അസുഖങ്ങൾ നമ്മുടെ ലങ്സിൽ പോയിട്ട് നമുക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരും. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യേണ്ടത്? മാസ്ക് യൂസ് ചെയ്യേണ്ടത്. റെഡ്യൂസ് ട്രാൻസ്മിഷൻ ഓഫ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്. ഓക്കെ. Clean teeth. You know the importance of cleaning your teeth, don't you? Do we brush our teeth properly? Observe the picture. അപ്പം എന്താണ്, പല്ല് തേക്കേണ്ട ഇമ്പോർട്ടൻസിനെ കുറിച്ച് കൂട്ടുകാർക്ക് അറിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യാൻ അറിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പിക്ചേഴ്സ് നോക്കിയിട്ട് ഇപ്പം നമ്മൾ കൈ കഴുകാൻ പഠിച്ചു. ഇനി നമ്മൾ എങ്ങനെയാണ് ബ്രഷ് ചെയ്യാൻ വേണ്ടി പഠിക്കുകയാണ്. ഓക്കെ. ഫസ്റ്റ് ഹോൾഡ് ഇത് ബ്രഷ് സ്ലാൻഡ്ലി. ഒന്ന് ചെരിച്ചിട്ട് ബ്രഷ് മുറുക്കെ പിടിക്കാനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? ബ്രഷ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. മുന്നോട്ടും ബാക്കോട്ടും, മോണേൻ്റെ ഉള്ളിലോട്ടും ബാക്കോട്ടും ബ്രഷ് ഒരയ്ക്കുക. ബ്രഷ് ഇത് അപ്പർ ടീത്ത് ഫ്രം ദ ടോപ്പ് ടു ദ ബോട്ടം ആൻഡ് ഇത് ലോവർ ടീത്ത് ഫ്രം ബോട്ടം ടു ടോപ്പ്. അപ്പം മേലത്തെ പല്ല് മേലിൽ നിന്ന് താഴേക്ക് ഒരയ്ക്കാനും താഴത്തെ പല്ല് താഴെ നിന്ന് മേലേക്ക് ഒരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ്, ബ്രഷ് ഇത് സർഫസ് ഓഫ് ടീത്ത് യൂസ്ഡ് ഫോർ ചൂയിങ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് പ്രോപ്പർലി. അപ്പം നമ്മൾ ഭക്ഷണം കടിച്ചു തിന്നുന്ന ആ സർഫസ് ഇല്ലേ പല്ലിൻ്റെ, ഈ ഒരു സർഫസ്, ആ സർഫസ് നന്നായിട്ട് തേച്ചൊരയ്ക്കാനാണ് പറയുന്നത്. ബ്രഷ് ഇത് ഇന്നർ സൈഡ് ഓഫ് ദി ടീത്ത്. ഈ ടീത്തിൻ്റെ ഉൾഭാഗവും നന്നായിട്ട് തേക്കാൻ പറയുന്നുണ്ട്. അതുപോലെ ക്ലീൻ ദ ടങ് വിത്ത് ദ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മുടെ നാക്കും പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ തന്നെയാണോ ബ്രഷ് ചെയ്യുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ അല്ലെങ്കിൽ ഈ മെത്തേഡിൽ രാവിലെ എണീക്കുമ്പോഴും അതേപോലെ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ പല്ല് തേച്ചിട്ട് വേണം കിടക്കാൻ. പ്രസന്റ് ഇത് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ക്ലീനിങ് ഇൻ ദ ക്ലാസ്. ഈ മെത്തേഡ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഇത് പഠിച്ചിട്ട് പോയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ. ഇനി ക്ലീൻ ബോഡി. അപ്പം നമ്മളിപ്പം എന്ത് പഠിച്ചു? ഹാൻഡ്സ് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പഠിച്ചു. ഇനി പിന്നെ ബ്രഷ് ചെയ്യാൻ പഠിച്ചു. ഇനി എങ്ങനെയാണ് കുളിക്കുന്നത്, എങ്ങനെയാണ് വൃത്തി കുളിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബാത്തിങ് ഈസ് എസെൻഷ്യൽ ടു ക്ലീൻ അവർ ബോഡി. കുളിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാൻ യു പ്രസന്റ് ഇത് വേ യു ബാത്ത് യൂസിങ് ആക്ഷൻ? നിങ്ങൾക്ക് കുളിക്കുന്നത് ആക്ഷൻ ആയിട്ട് കാണിക്കാൻ പറ്റുമോ? വാട്ട് ഷുഡ് വി കീപ് ഇൻ മൈൻഡ് വെൻ ടേക്കിംഗ് എ ബാത്ത്? നമ്മൾ കുളിക്കാൻ നേരത്തെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഓർക്കേണ്ടത്? ഓക്കെ. ടേക്ക് എ ബാത്ത് ഡെയിലി. എന്താണ്? ദിവസം ഒരു നേരം എന്തായാലും കുളിച്ചിരിക്കണം. 2 നേരം ആയാലും കുഴപ്പമില്ല. വാഷ് ആൻഡ് ക്ലീൻ യുവർ ബോഡി പാർട്സ് പ്രോപ്പർലി വിത്ത് സോപ്പ്. അപ്പം നമുക്ക് ഡിഫറെൻറ്റ് ബോഡി പാർട്സ് ഉണ്ടല്ലേ. എന്താണ്? ഹെഡ് ഉണ്ട്, ഹെഡിൽ തന്നെ ചെവിയുണ്ട്,
കൈകളുണ്ട്, കൈയിൻ്റെ ഇവിടെ വേർപെടുന്ന സ്ഥലമുണ്ട്, കാലുണ്ട്, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രൈവറ്റ് ഏരിയാസ് ഉണ്ട്. ഈ ഏരിയാസ് ഒക്കെ എന്ത് ചെയ്യണം? സോപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ കൈ ഉപയോഗിച്ച് നല്ല വൃത്തിയിൽ വാഷ് ചെയ്യണം. ഓക്കെ. ഡു നോട്ട് ബാത്ത് ഇൻ ഡേർട്ടി വാട്ടർ. ഒരിക്കലും ചെളിവെള്ളത്തിലോ അല്ലെങ്കിൽ അഴുക്ക് പിടിച്ച വെള്ളത്തിലോ കുളിക്കരുത്. യൂസ് എ ഡ്രൈ ആൻഡ് ക്ലീൻ ടവൽ ടു ഡ്രൈ യുവർ ബോഡി. എപ്പോഴും എന്ത് ചെയ്യണം? അലക്കി ഉണക്കിയ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടവൽ യൂസ് ചെയ്തിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഡു നോട്ട് യൂസ് അതേഴ്സ് ടവൽ. മറ്റുള്ളവർ യൂസ് ചെയ്ത ടവൽ ഒരിക്കലും യൂസ് ചെയ്യരുത്. വാഷ് ആൻഡ് ഡ്രൈ ദ ടവൽ ആഫ്റ്റർ യൂസ്. നിങ്ങൾ കുളിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ കുളിച്ച ടവല് വൃത്തിയിൽ വാഷ് ചെയ്തിട്ട് അത് ഉണക്കിയിടണം. എന്നാലേ നെക്സ്റ്റ് ടൈം കുളിക്കാൻ നേരത്തെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഹാവ് യു അണ്ടർസ്റ്റാൻഡ് ദ പ്രോപ്പർ വേസ് ഓഫ് വാഷിംഗ് ഹാൻഡ്സ്, ബ്രഷിംഗ് ടീത്ത് ആൻഡ് ബാത്തിങ്. അപ്പോൾ കൂട്ടുകാർക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് കൈ വാഷ് ചെയ്യേണ്ടതെന്നും ബ്രഷ് ചെയ്യേണ്ടതെന്നും കുളിക്കേണ്ടതെന്നും മനസ്സിലായില്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. പ്ലീസ് ഡിസ്കസ് വാട്ട് യു ഹാവ് അണ്ടർസ്റ്റുഡ് അബൌട്ട് പേഴ്സണൽ ഹൈജീൻ വിത്ത് യുവർ ഫാമിലി മെമ്പേഴ്സ്. അപ്പം നിങ്ങളിപ്പോൾ പഠിച്ചു ഹാൻഡ് വാഷ് ചെയ്യാൻ, ടീത്ത് ബ്രഷ് ചെയ്യാൻ, പിന്നെ കുളിക്കാൻ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പഠിച്ച കാര്യങ്ങളെല്ലാം വീട്ടിലുള്ള എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്തിട്ട് അവർ ഇതേപോലെയൊക്കെയാണോ ചെയ്യുന്നതെന്നൊന്ന് അവരായിട്ട് ഡിസ്കസ് ചെയ്യണം. ഓക്കെ. ലാക്ക് ഓഫ് പേഴ്സണൽ ഹൈജീൻ ഇസ് ദ റീസൺ ഫോർ മെനി ഡിസീസ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ വരുന്ന അസുഖങ്ങൾക്കൊക്കെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്? ലാക്ക് ഓഫ് പേഴ്സണൽ ഹൈജീൻ. വ്യക്തി ശുചിത്വം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കുറേ അസുഖങ്ങൾ വരുന്നത്. ഡിസെൻട്രി, കോൾഡ്, സ്കാബസ്, റാഷസ് എക്സെട്ര. അപ്പം ഇതേപോലത്തെ അസുഖങ്ങളൊക്കെ വരുന്നത്. ആർ സം ഓഫ് ദീസ് ഡിസീസസ്. വി ക്യാൻ കീപ് മെനി ഡിസീസസ് എവേ ഇഫ് വി മെയിൻറ്റെയിൻ ഹൈജീൻ. ഇപ്പം നമ്മൾ ശുചിത്വം കാത്തു സൂക്ഷിച്ചാൽ, അല്ലെങ്കിൽ അത് നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ഡെയിലി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയിലും മെനയിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല വിധങ്ങളിലുള്ള അസുഖം നമുക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ. The decision I must take to maintain personal hygiene. ഞാൻ എൻ്റെ പേഴ്സണൽ ഹൈജീൻ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഡിസിഷൻ എടുക്കണം. ഞാൻ തന്നെ തീരുമാനിച്ചാൽ എൻ്റെ പേഴ്സണൽ ഹൈജീൻ വൃത്തിയായിട്ടിരിക്കുള്ളൂ. ഓക്കെ. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ബാത്ത് എവറി ഡേ. എല്ലാ ദിവസവും കുളിക്കണം. ബ്രഷ് ടീത്ത് എവറി മോർണിംഗ് ആൻഡ് ഈവനിങ്. ഈവനിങ് എന്ന് ഉദ്ദേശിച്ചത് ഡിന്നർ ടൈമാണ്. ഓക്കെ. പിന്നെ കട്ട് നെയിൽസ് വൺസ് ഇൻ എ വീക്ക്. നിങ്ങളുടെ നഖങ്ങൾ വെട്ടി വൃത്തിയാക്കണം. വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വൻ്റ്ലി. നിങ്ങളുടെ കൈകൾ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ കളിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ കൈകൾ വൃത്തിയിൽ കഴുകണം. അടുത്തത് നമുക്ക് നോക്കാം എൻവിറോൺമെന്റൽ ക്ലെൻലിനെസ്. ഇത്ര നേരം നമ്മൾ പഠിച്ചത് എന്താണ്? പേഴ്സണൽ ഹൈജീനെ കുറിച്ചാണ്, വ്യക്തി ശുചിത്വത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? എൻവിറോൺമെന്റൽ ക്ലെൻലിനെസ്. നമ്മൾ നമ്മുടെ വീടും പരിസരവും കൂടെ വൃത്തിയായി സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തിൽ നിന്ന് നമ്മുടെ ചുറ്റും നിന്ന് നമുക്ക് കുറേ അസുഖങ്ങൾ കിട്ടും. ഓക്കെ. Now let us play a skit. നമുക്കൊരു സ്കിറ്റ് കളിക്കാം, ഒരു ഡ്രാമ കളിക്കാം. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, റാറ്റ്. സീൻ 1, ഹൗസ് ഫ്ലൈ ആൻഡ് ദ മോസ്കിറ്റോ മീറ്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ്? ഹൗസ് ഫ്ലൈയും മോസ്കിറ്റോയും മീറ്റ് ചെയ്യാണ്, അവർ പരസ്പരം കാണുകയാണ്. അപ്പോൾ മോസ്കിറ്റോ എന്താണ് പറയുന്നത്? ഹലോ മിസ്റ്റർ ഫ്ലൈ, ഡു യു നോ മീ? മോസ്കിറ്റോ ഫ്ലൈനോട് ചോദിക്കുകയാണ്, ഹലോ മിസ്റ്റർ ഫ്ലൈ, താങ്കൾക്ക് എന്നെ അറിയുമോ? അപ്പോൾ ഹൗസ് ഫ്ലൈ എന്താ പറയുന്നത്? ഹാ ഓഫ് കോഴ്സ് ഐ നോ യു. എനിക്ക് താങ്കളെ അറിയാം. സീൻ 1, ഹൗസ് ഫ്ലൈ ആൻഡ് ദ മോസ്കിറ്റോ മീറ്റ്. ഓക്കെ, ഇത് നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് സെന്റൻസ്. യു ആർ ദ ബ്രേവ് വൺ ഹു ഡ്രിങ്ക്സ് ദ ബ്ലഡ് ഓഫ് ഹ്യൂമൻസ്, ആറിൻ യു? താങ്കളല്ലേ മനുഷ്യരിൽ നിന്ന് ബ്ലഡ് കുടിക്കുന്നത്? ഓക്കെ, അങ്ങനെ ചോദിച്ചു ഹൗസ് ഫ്ലൈ. I am happy to meet you brother, you spread many disease. അപ്പോൾ ഹൗസ് ഫ്ലൈ മോസ്കിറ്റോനോട് പറയാണ്, താങ്കളെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്താണ്? താങ്കൾ കുറേ അസുഖങ്ങൾ മനുഷ്യരിൽ പരത്തുന്ന ആളല്ലേ, തന്നെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നാണ് ആര് പറയുന്നത്? ഹൗസ് ഫ്ലൈ പറയുന്നത്. അപ്പോൾ മോസ്കിറ്റോ എന്താണ് തിരിച്ചു പറയുന്നത് നോക്കാം. യെസ്, മെനി ഡിസീസസ് ലൈക്ക്
Chikungunya, dengue fever, malaria, elephantiasis are spread among humans because of me. അപ്പോൾ കൊതുക് പറയാണ് ഞാൻ പലതരത്തിലുള്ള അസുഖങ്ങൾ മനുഷ്യരിൽ പരത്തുന്നുണ്ട്. ഏതൊക്കെയാണ്? ചിക്കൻഗുനിയ, ഡെങ്കി ഫീവർ, മലേറിയ, എലിഫന്റിയാസിസ്. ഓക്കെ, ഇറ്റ് മേക്സ് മീ വെരി സാഡ്, ബട്ട് വാട്ട് ക്യാൻ ഐ ഡു? എനിക്കത് സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ ഹൗസ് ഫ്ലൈ പറയാണ്, വേർ ഡു യു ലിവ് ബ്രദർ? താങ്കൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഹൗസ് ഫ്ലൈ മൊസ്കിറ്റോനോട് ചോദിക്കുകയാണ്. അപ്പോൾ മൊസ്കിറ്റോ എന്താ പറയുന്നത്? ഇൻ ദ സിറ്റി ഇറ്റ് സെൽഫ്, ഈ സിറ്റിയിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. There is a house with waste piled up near the sewage drain. അവിടെ വെള്ളച്ചാല് പോകുന്ന വഴിയിൽ അതിൻ്റെ അടുത്ത് വേസ്റ്റുകൾ, കുറേ വേസ്റ്റുകൾ കൊണ്ടിട്ടിട്ടുണ്ട്. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഓക്കെ, അപ്പം വേസ്റ്റുകൾ പ്രോപ്പറായിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ കൊതുകുകളെ പോലെയുള്ള സാധനങ്ങൾ വന്നു കൂടും. നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാവും? ചിക്കൻഗുനിയ, ഡെങ്കി ഫീവർ, മലേറിയ, എലിഫന്റിയാസിസ് പോലത്തെ അസുഖങ്ങൾ പടരും. There are places which filled up with dirty water. അതേപോലെ ഈ ചെളിവെള്ളം, ഈ അടുക്കളയിൽ നിന്ന് വരുന്ന വെള്ളം, ബാത്റൂമിൽ നിന്ന് വരുന്ന വെള്ളം, അവിടെയൊക്കെയാണ് ഞാൻ ഉണ്ടാവാറ്. We lay eggs there, multiply and take over the place. അപ്പോൾ അവരെ കൊതുക് എന്താ ചെയ്യുക? ഈ ബാത്റൂമിൽ നിന്ന് വരുന്ന വെള്ളവും കിച്ചൺ വേസ്റ്റ് വെള്ളമൊക്കെ ഒഴുകി വരുന്ന സ്ഥലത്ത് ഇവരെന്ത് ചെയ്യും? അവരുടെ മുട്ട ഇട്ടിട്ട് അവരവിടെ കുഞ്ഞുങ്ങളുണ്ടായി പെറ്റ് പെരുകും. ഇവർ പെറ്റ് പെരുകിയിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? കുറേ ഡിസീസസ് ലൈക്ക് ചിക്കൻഗുനിയ, ഡെങ്കി ഫീവർ, മലേറിയ, എലിഫന്റിയാസിസ് ഒക്കെ മനുഷ്യരിൽ പടരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കൊതുകിനെ തടയണം. Similarly, what would the housefly and the rat have to say to each other? അങ്ങനെ ഇപ്പം കൊതുകും ഹൗസ് ഫ്ലൈയും പറഞ്ഞ പോലെ എലിക്കും ഹൗസ് ഫ്ലൈക്കും എന്തൊക്കെയാണ് പറയാനുണ്ടാവുന്നത് നമുക്ക് നോക്കാം. റാറ്റ്, വേർ ഡു യു ലിവ് ഹൗസ് ഫ്ലൈ? എലി ഈ ഹൗസ് ഫ്ലൈനോട് ചോദിക്കുകയാണ്, നീ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ ഹൗസ് ഫ്ലൈ പറയാം, ഐ live in the areas where waste materials are dumped like public waste area. ഇപ്പൊ പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് എല്ലാവരും വേസ്റ്റ് കൊണ്ടിടും, അവിടെയാണ് ഞാൻ താമസിക്കാറ്. ഡയറിയ ആൻഡ് വോമിറ്റിംഗ് ആർ ദ കോമൺ ഡിസീസസ് ദാറ്റ് ഐ സ്പ്രെഡ്. അപ്പോൾ ഹൗസ് ഫ്ലൈ പറയാണ്, ഛർദിലും വയറ്റിനൊഴിച്ചിലൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ. അപ്പൊ റാറ്റ് പറയാണ്, ഐ ഓൾസോ ലിവ് ഇൻ ദ വേസ്റ്റ് ഏരിയ. ഞാനും ഈ വേസ്റ്റ് ഏരിയ തന്നെയാണ് താമസിക്കുന്നത്. വേർ ഫുഡ് വേസ്റ്റസ് ആർ ഫുൾ പൈൽഡ്. അപ്പോൾ ഈ കിച്ചണിലെ വേസ്റ്റുകളൊക്കെ കൊണ്ടിടുന്നത് കഴിച്ച ഞാൻ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഐ വിൽ സ്പ്രെഡ് ഡിസീസസ് ലൈക്ക് റാറ്റ് ഫീവർ. അപ്പോൾ എലി പറയാണ്, ഞാൻ എലിപ്പനിയാണ് പടർത്തുന്നത് എന്ന്. ഓക്കെ, അപ്പം ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് എന്തൊക്കെ പഠിച്ചു? ഫസ്റ്റ് പേഴ്സണൽ ഹൈജീൻ ആയിട്ടുള്ളത് ഹാൻഡ് വാഷ്, പിന്നെ പഠിച്ചത് ബ്രഷിങ് ഓർ ടീത്ത്, പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ബ്രഷ് ചെയ്യുക, പിന്നെ എങ്ങനെയാണ് കുളിക്കുക എന്ന് പഠിച്ചു. അതേപോലെ നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മുടെ പേഴ്സണൽ ഹൈജീൻ പോലും ഇമ്പോർട്ടൻ്റ് ആണ് എൻവിറോൺമെൻറ്റൽ ക്ലെൻലിനെസ്സും. അപ്പം എൻവിറോൺമെൻറ്റ് ക്ലീൻ അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെയാണ്? വിവിധ തരം അസുഖങ്ങൾ പടരും. അതാണ് ഈ ഇത്രയും പോർഷനിൽ നമ്മൾ പഠിച്ചത്. ഇത്രയും പോർഷൻ കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരോടും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കി പോർഷൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. വീഡിയോൻ്റെ ലെങ്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ഷോർട്ട് കട്ട് ചെയ്തിട്ട് 2 പാർട്ടാക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോയ്ക്കും ഈ ചാനലിനെയും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.